ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റെസിപ്പീസ് വേൾഡ്. എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അവരവരുടെ വീടുകളിൽ സേഫ് അല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ഏത്തപ്പഴമാണ്. അത്യാവശ്യം ഒരു പഴുത്ത ഏത്തപ്പഴം ഇതിനുവേണ്ടി എടുക്കുക. നെക്സ്റ്റ് വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് ശർക്കര, ചെറിയ ജീരകം ചെറിയ സ്പൂൺ, 2 ഏലക്കായ്. അതിനുശേഷം നമുക്ക് 2 ഏത്തപ്പഴം, 3 നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ 2 ഏത്തപ്പഴം കനം കുറച്ചരിഞ്ഞ് ഇതേപോലെ റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഈ അരിഞ്ഞു വെച്ച ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച തേങ്ങയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച 2 ഏലക്കായ് അതൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണത്. പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഏലക്കായ് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പഞ്ചസാര ചേർത്താണ് ഏലക്കായ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴമൊന്നും ഉടഞ്ഞു പോകുന്ന രീതിയിലൊന്നും മിക്സ് ചെയ്യണ്ട, അങ്ങനെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ പഴമൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നത് നല്ലത്. അപ്പോൾ ഒരു നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് നമുക്ക് എല്ലാ ചേരുവകളും നല്ല രീതിയിൽ മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു ഏത്തപ്പഴം, നമ്മൾ 2 ഏത്തപ്പഴമാണ് കനം കുറച്ച് അരിഞ്ഞ് മിക്സ് ചെയ്ത് വെച്ചത്. അതിലുള്ള ഒരു ഏത്തപ്പഴം മാത്രം ഇത് ഈ ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് കൈ കൊണ്ട് ഉടച്ച് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ആ പഴമൊക്കെ നല്ലതുപോലെ പൊടിയിലേക്ക് ചേരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ജീരകം കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുഴുവൻ ജീരകം നേരത്തെ ചേർത്തില്ല ആ മിക്സിൽ, ആദ്യം ഉണ്ടാക്കിയ മിക്സിൽ. അപ്പോൾ ഈ മിക്സിലേക്കാണ് ബാക്കി ജീരകം ചേർത്ത് കൊടുത്തത്. ഉപ്പും ജീരകവും പഴവും ഗോതമ്പ് പൊടിയും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളം ഒഴിച്ച് നമുക്ക് ഗോതമ്പ് പൊടി റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു വാഴയിലയാണ്. വാഴയിലയിൽ നമുക്ക് ഈ ഗോതമ്പ് പൊടി കനം കുറച്ച് പരത്തി കൊടുക്കാം. നല്ലതുപോലെ കനം കുറച്ച് ഈ ഗോതമ്പിൻ്റെയും പഴത്തിൻ്റെയും മിക്സ് വാഴയിലയിൽ പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ശർക്കരയും തേങ്ങയും പഴവും കൂടി ചേർത്ത് വെച്ച മിക്സ് ഈ വാഴയിലയുടെ ഗോതമ്പൊടിയുടെ മിക്സിൻ്റെ നടുക്കിലേക്ക് വെച്ച് നമുക്ക് അട തയ്യാറാക്കി എടുക്കാം. അങ്ങനെ ഓരോന്ന് നമുക്ക് വാഴയിലയിൽ പതുക്കെ പതുക്കെ പരത്തി കൊടുത്ത് ഓരോ അടകളായിട്ട് എളുപ്പം തയ്യാറാക്കിയെടുക്കാം. ഗോതമ്പ് പൊടിയുടെ കനം കൂടാതെ നോക്കണം. കനം കൂടിക്കഴിഞ്ഞാൽ അടയ്ക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം മാക്സിമം നല്ലതുപോലെ കനം കുറച്ച് പരത്തി നമ്മുടെ ശർക്കര തേങ്ങാക്കൂട്ട് വെച്ച് അപ്പച്ചെമ്പിൽ വെച്ച് നമുക്ക് ആവിയേറ്റി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു അപ്പച്ചെമ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കുകയാണ്.
അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഹെൽത്തി സ്നാക്കാണ്, ഈസി സ്നാക്കാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കൂടുതൽ ചേരുവകളൊന്നും ആവശ്യമൊന്നുമില്ല. കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടമാവും. പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ എപ്പോഴും പഴംപൊരി മാത്രം ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു അടയും കൂടിയൊക്കെ ഉണ്ടാക്കി പോകണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് അഭിപ്രായം പറയുക. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രം റെസിപ്പീസ് വേൾഡ്.